ഗ്യാസ് ഉണ്ടാവാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വേഗത്തിൽ ഫുഡ് കഴിക്കുമ്പോൾ ഒരുപാട് ഗ്യാസ് ഉള്ളിലോട്ട് പോകുന്നതാണ്. അതുപോലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നതും ഗ്യാസ് ഉള്ളിലോട്ട് പോകാനും അത് വയറ്റിൽ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവാനും കാരണമാവും. നമ്മുടെ കുടലില് ചെറിയ ചെറിയ ബാക്ടീരിയകൾ ഉണ്ട്, ഗട്ട് മൈക്രോബ്സ് ഉണ്ട്. ഇവയാണ് നമ്മുടെ ദഹനം നല്ല രീതിയിൽ നടത്താൻ വേണ്ടി സഹായിക്കുന്നത്. ഗട്ട് മൈക്രോബ്സ് ബാഡ് ആയിട്ടുള്ള ബാക്ടീരിയകളും ഉണ്ട്. ഇവ രണ്ടും തമ്മിലുള്ള ഒരു സന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ദഹനം നല്ല രീതിയിൽ നടക്കുക. ബാഡ് മൈക്രോബ്സ് ഒരുപാട് കൂടുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ വരും. കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നവര്, ഒരുപാട് മധുരമുള്ള ഫുഡ്, ഒരുപാട് ബേക്കറി ഐറ്റംസ്, നന്നായിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഭക്ഷണം, ഇവയൊക്കെ കഴിക്കുന്ന ആളുകളിലും ഗ്യാസിന്റെ ബുദ്ധിമുട്ട് സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇനി നെഞ്ചരിച്ചിലാണെങ്കിൽ അത് ഒരു ഹൈപ്പർ അസിഡിറ്റി എന്നുള്ള ഒരു കണ്ടീഷനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ വയറ്റിൽ ഓൾറെഡി ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു നേച്ചർ ആണ് ഉള്ളത് നമ്മുടെ ഫുഡിനെ വേണ്ട രീതിയിൽ ദഹിപ്പിക്കാൻ. പക്ഷെ അതിന്റെ അളവ് ഒരു പരിധിയിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഈ നെഞ്ചരിച്ചിൽ പോലുള്ള കാരണങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കുറച്ച് ചെറിയൊരു ചൂടുള്ള വെള്ളം കുടിക്കുക, ദഹനം നല്ല രീതിയിലാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക, അനാവശ്യമായിട്ടുള്ള ജങ്ക് ഫുഡ്സും കാര്യങ്ങളും നമ്മൾ കഴിക്കാണ്ടിരിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എഴുന്നേൽക്കുക. ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും. ഗ്യാസിന് വേണ്ടി സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തേ പറ്റൂ.